ഫ്രണ്ട്സ്, വെൽക്കം ടു റോസസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചടി മഞ്ഞ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ആ സമയം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കതിനുള്ള അരപ്പിനായിട്ട് ഞാനൊരു 1 ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണോളം കടുക്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അത് കുറച്ച് വെള്ളമുണ്ട്, നമുക്കതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. അപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് കുറച്ച് ആറിയതിന് ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മൾ പൈനാപ്പിൾ പച്ചടിയുടെ ചൂട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തൈരാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് പുളിയുള്ള തൈരാണ്. നിങ്ങളുടെ പുളിയിനനുസരിച്ച് കുറച്ച് ചേർത്തിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നോക്കാം. പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പൈനാപ്പിളിന് നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എൻ്റെ പൈനാപ്പിളിൽ ഇച്ചിരി പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് താളിക്കാം. അപ്പം നമ്മുടെ പച്ചടി താളിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ചുമന്നുള്ളി അരിഞ്ഞതാണ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഈ താളിച്ചത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.